ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. മറ്റന്നാൾ തൃശൂരിലെത്തും. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മുൻപന്തിയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം ഈ വർഷം മുതൽ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട്ടിലെത്തും. മറ്റന്നാൾ വൈകിട്ട് തൃശൂരിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും. നാളെ രാവിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെത്തുന്ന അദ്ദേഹം ഭാരതിദാസൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുപരിപാടിയിൽ 19,850 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3-ന് തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മുൻപന്തിയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃക്കാക്കര മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനത് വരുമാന വർധനയിലും ആഭ്യന്തര ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും സംസ്ഥാനം അഭൂതപൂർവമായ വളർച്ച നേടിയിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നികുതി വരുമാനത്തിലും സംസ്ഥാനത്ത് വർധന ഉണ്ടായെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല നിലയിൽ വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ കേരളം ഒട്ടും പിന്നിലല്ല എന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ നാടിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 2016-ൽ 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടേതായിരുന്നു. ഇപ്പോഴത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടേതാക്കി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം ഈ വർഷം മുതൽ പൂർണ്ണമായും നിർത്തലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ വർഷം എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളെയും ആന്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്തുകളാക്കി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. വർക്കല ശിവഗിരിയിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുക്കുന്നു. സമാപന സമ്മേളനത്തിന് ശേഷം കലാ-സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. രാവിലെ നടന്ന സംഘടനാ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP പരിപാടിയിൽ അധ്യക്ഷനായി. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യാത്ര ഇന്ന് ആലപ്പുഴ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഇടുക്കിയിലെ ചിന്നക്കനാലിലും പര്യടനം നടത്തി. മലപ്പുറത്ത് വേങ്ങര, കണ്ണമംഗലം പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. കണ്ണൂർ ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് തലശ്ശേരി നഗരസഭയിൽ കീഴന്തിമുക്ക്, തലശ്ശേരി ടൗൺ ഹാൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു. ഗ്രാമങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാവിലെ കോളയാട് പഞ്ചായത്തിലും ഉച്ചയ്ക്ക് പാട്യം പഞ്ചായത്തിലും എത്തി. കോട്ടയം ജില്ലയിൽ മുത്തൂലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര 71 ഗ്രാമപഞ്ചായത്തുകളിൽ സഞ്ചരിച്ച് 16-ന് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ സമാപിക്കും. ഗ്രാമീണ മേഖലയിൽ ഇതുവരെ 46 പഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം പൂർത്തിയാക്കിയത്. തൃശൂർ ജില്ലയിൽ അതിരപ്പിള്ളിയിലാണ് ഇന്ന് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നത്. തൃശൂർ ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്കിടെ MSME പദ്ധതിയെക്കുറിച്ച് ഗുണഭോക്താവ് ശ്രീമതി സിനി ആകാശവാണി വാർത്തകളോട്. ഞാൻ പാവറട്ടി കാനറ ബാങ്കിനെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ലോണിന് വേണ്ടി സമീപിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് MSME എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിലേക്ക് 8 ലക്ഷം രൂപ ബാങ്ക് യാതൊരു തരത്തിലുള്ള ബോണ്ടും വയ്ക്കാതെ നമ്മുടെ ആ സ്ഥാപനത്തിൻ്റെ മാത്രം ഉറപ്പിന്മേൽ നമുക്ക് അനുവദിച്ചു തരികയും ഇന്ന് ഞാൻ ആ സൂപ്പർ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ തുടങ്ങുകയും അതുകൊണ്ട് എൻ്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു താങ്ങായി എനിക്ക്
പ്രയോജനപ്പെടുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൌണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. സംഭവത്തിൽ BJP പ്രതിഷേധിച്ചതിനെ തുടർന്ന് അധികൃതർ ബോർഡുകൾ തിരികെ കെട്ടി. അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റിയതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം, ശുചിത്വ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കിയ സ്നേഹാരാമം പദ്ധതി ഇന്ന് നാടിന് സമർപ്പിച്ചു. 3000-ൽ പരം സ്നേഹാരാമങ്ങളാണ് സംസ്ഥാനത്ത് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി NSS വളണ്ടിയർമാർ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്നത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ അജൈവ മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ ഏകോപന സമിതി യോഗത്തിലാണ് തീരുമാനം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 50% കുറവുള്ള പഞ്ചായത്തുകളിൽ വീടുകളിൽ സന്ദർശനം, ഫ്ളാഷ് മോബ് തുടങ്ങിയുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യ സംസ്കരണത്തിൽ 31 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 50% താഴെയാണ്. ഓഡിറ്റോറിയങ്ങളിലും കാറ്ററിംഗ് ഏജൻസികളിലും നിരോധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് തടയുന്നതിന് പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനമായി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയത് മോശം പരാമർശമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് നല്ല ഭാഷയിൽ പറയാം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ക്ഷണിക്കുമ്പോൾ ആളുകൾ പോകും. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുത്ത ആരെയും പ്രതിപക്ഷം കുറ്റം പറഞ്ഞിട്ടില്ലെന്നും ശ്രീ VD സതീശൻ ചൂണ്ടിക്കാട്ടി. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന് ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് വലിയ തിരക്ക്. ഇതേ തുടർന്ന് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ പോലീസ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ ടോക്കൺ ഏർപ്പെടുത്തി പിടിച്ചിരുന്നുണ്ട്. അരമണിക്കൂറിൽ 5 വണ്ടികൾ എന്ന ക്രമത്തിലാണ് കടത്തിവിടുന്നത്. ഇപ്പോൾ 200-നടുത്ത് വണ്ടികൾ ഇത്തരത്തിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരാണ് ഏറെയും. കണ്ണൂർ പയ്യാമ്പലത്ത് ഗവർണറുടെ കോലം കത്തിച്ച 5 SFI നേതാക്കൾക്കെതിരെ കേസെടുത്തു. പാപ്പാജി മാതൃകയിലുള്ള 30 അടി ഉയരത്തിലുള്ള കോലമാണ് കത്തിച്ചത്. SIയുടെ പരാതിയിലാണ് കേസ്. തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമെന്ന് പറയാവുന്ന വിധത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം പൂജപ്പുര LBS എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്നൊരുക്കിയ VSAT ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചതെന്ന് മന്ത്രി R. ബിന്ദു. പുതുവത്സര ദിനത്തിൽ ISROയോടൊപ്പം പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ രത്നങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തേതുമായ മത്സരം നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. 2 മത്സരങ്ങൾ ജയിച്ച ഓസ്ട്രേലിയ പരമ്പര ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. മറ്റന്നാൾ തൃശൂരിലെത്തും. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മുൻപന്തിയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം ഈ വർഷം മുതൽ പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.